നമസ്തേ ബച്ചോം, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മേരി ദുനിയാ കെ തമാം ബച്ചെ എന്ന ചാപ്റ്ററിൽ വരുന്ന കവിതയിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ സൈഡ് ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 29 वो जमा होंगे एक दिन यहाँ किस ഉമ്മീദ് ഓർ സങ്കേത് ഹെ. അവർ ഒരു ദിവസം ഒത്തുചേരും. ഇവിടെ എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പ്രതീക്ഷയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ഏക് ദിൻ ദുനിയാ കെ സഭി ബच्चे ജാതി ധർമ്മ ദേശ ഭാഷ रंग और वर्ग के भेदभाव भूलकर एक साथ मिलेंगे. नफरत की दीवारों तोड़कर वे एक नए दुनिया बनाएंगे. यह पंक्ति इस उम्मीद की ओर संकेत करती है. എന്താണ്? एक दिन ഒരു ദിവസം दुनिया के सभी बच्चे ഈ ലോകത്തിലെ എല്ലാ കുട്ടികളും ജാതി ധർമ്മ ജാതിയും മതവും ദേശം ഭാഷ രംഗ് നിറം ഒരു വർഗം ഭേദഭാവ് ഭൂൽക്കർ ഭേദഭാവങ്ങളൊന്നുമില്ലാതെ എല്ലാം മറന്ന് എക് സാത്ത് മിലേങ്കെ അവരെന്താണ് ഒരുമിച്ച് കൂടും. നഫ്രത് കി ദീവാറോം തോടുക്കർ വെറുപ്പിൻ്റെയൊക്കെ മതിലുകൾ തകർക്കുക. വേക്ക് നയേ ദുനിയ ബനായെങ്കെ അവരൊരു പുതിയ ലോകം സൃഷ്ടിക്കും. യഹ് പങ്ക്തി ഇസ് ഉമ്മീദ് കി ഓർ സങ്കേത് കർത്തി ഹെ. ഇതിൻ്റെ ഈ ഒരു പ്രതീക്ഷയാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാൻ. പേജ് നമ്പർ 30 बच्चों द्वारा टैंगों में बालू भरने और बंदूकों को मिट्टी में गाड़ देने का क्या तात्पर्य है. അപ്പോൾ കുട്ടികൾ എന്താണ് നമ്മൾ കവിത എടുക്കുന്ന സമയത്ത് പറഞ്ഞു, കുട്ടികൾ ടാങ്കിൽ എന്താണ് മണൽ നിറയ്ക്കുകയും അതുപോലെ തന്നെ തോക്കുകളൊക്കെ മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് उत्तर നോക്കാം. आंसर बच्चे सहज रूप से प्रकृति से मिलजुल कर जीना चाहते हैं लेकिन बड़े लोग उन्हें इससे रोकते हैं. हम बच्चों की सहज और सरल भाव व्यक्त होता है. അപ്പോൾ ഇവിടെ എന്താ പറയണേ? ബच्चे सहज रूप से प्रकृति से मिलजुल कर जीना चाहते हैं. കുട്ടികൾ സാധാരണയായി സ്വാഭാവികമായും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലേക്കിൻ ബഡേ ലോഗ് ഉനെ ഇസ്സേ റോക്കത്തെ ഹേ. പക്ഷേ എങ്കിൽ എന്താണ് മുതിർന്നവരെന്താണ് ഇത് തടയുന്നു. യഹാം ബച്ചോമിക്ക് സഹജ് ഓർ സരള ഭാവ വ്യക്ത ഹോത്താ ഹേ. ഇവിടെ കുട്ടികളുടെ സരളമായ ലാളിത്യമുള്ള ആ ഒരു സ്വഭാവത്തെയാണ് ഇവിടെ പ്രകടമാക്കുന്നത് എന്നാണ് പറയുന്നത്. नेक्स्ट क्वेश्चन दीवारों में छेद का आर पार देखना यहाँ किसकी ओर संकेत है. പിന്നീട് എന്താണ് അവർ ചെയ്യുന്നത്? മതിലുകളിലൊക്കെ സുഷിരം ഇടുന്നു, ഹോൾസ് ഒക്കെ ഇടുന്നു എന്ന് പറഞ്ഞു. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. दीवारें यहाँ उन सभी बांटने वाली सीमाओं भेदभावों और बंद मानसिकताओं का प्रतीक है जैसे कि जाति पांति धर्म देशों की सीमाएं सामाजिक असमानताएं आदि. बच्चे इन कृत्रिम दीवारों की स्वीकार नहीं करते. वे उन्हें तोड़कर एक नया सम्मिलित और सुंदर दुनिया बनाना चाहता है. എന്താ പറയുന്നത്? ദീവാരേം യഹാം ഉൻ സഭി ബാണ്ടിനെ വാലെ സീമാവും. അതായത് ഈ മതിലെന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ചുറ്റിക്കെട്ടിയ വരിഞ്ഞു കെട്ടിയ ഒരു അതിർത്തിയായിട്ടാണ് അവർ കാണുന്നത് ഈ മതിലിനെ. ഭേദഭാവോർ ബന്ധ മാനസികതാവും, അതായത് പല വിധത്തിലുള്ള ഭേദഭാവങ്ങളെയും മറ്റു നൂലാമാലകളെ കെട്ടുകളെയൊക്കെയാണ് അത് പ്രതീകമായിട്ട് കണക്കാക്കുന്നത്. ജയ്സേ കി ജാതി പാന്തി, ജാതിയും ധർമ്മവും ദേശവും ഒക്കെ അതിനെയൊക്കെ ഒരു അതിർത്തി പോലെയാണ്, അതിനെയൊക്കെ ഒരു തടസ്സമായിട്ടാണ് ഈ ഒരു മതിൽ അവിടെ അവർക്ക് തോന്നുന്നത് കുട്ടികൾക്ക്. സാമാജിക് അസമാനതയും സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും അസമാനതകളൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ആ മതിൽ.
പക്ഷെ കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ബച്ചേൻ കൃത്രിം ദീവാരോം കി സ്വീകാർ നഹി കർത്തെ. അവരെന്താണ് ഈ ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ മതിലിനെ ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. വേ ഉനെ തോട് കർ, അവരതിനെ തകർത്തിട്ട് എക് നയാ സമ്മിളിത ഒരു സുന്ദർ ദുനിയ ബനാന ചാഹത്താ ഹേ. അവരെന്താണ് ഒരു പുതിയൊരു ലോകം, അതെങ്ങനെയുള്ള ലോകമാണ്? സുന്ദർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു ലോകം. സമ്മിളിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു മനോഹരമായ ലോകമാണ് കുട്ടികൾ എന്താണ് ലോകമുണ്ടാക്കാനാണ് കുട്ടികൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊരു ലോകത്തെയാണ് ഇഷ്ടം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പേജ് നമ്പർ 31 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തുമാരി बनाई हर चीज को खिलौना बना देंगे से क्या तात्पर्य है. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ ഒരു കളിപ്പാട്ടമായിട്ട് അവർ കണക്കാക്കുന്നു, അത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. बच्चों के मन में कोई भेदभाव नहीं है, वे दुनिया को अपनी मासूम आंखों से देखना चाहते हैं और आपस में प्रेम करते हैं. बड़ों के द्वारा बनाई गई हिंसा और नफरत के टैंक और बंदूक जैसी हर चीज को वे खिलौना मानते हैं. നോക്കാം. बच्चों के मन में, കുട്ടികളുടെ മനസ്സിൽ, കൊയ് ഭേദഭാവ നഹി ഹെ, അവരുടെ മനസ്സിൽ എന്താണ്? ഭേദഭാവങ്ങൾ, വേർതിരിവുകളൊന്നുമില്ല. വേ ദുനിയാക്കോ അപ്പിനെ മാസൂം ആഘോസെ ദേഖന ചാഹത്തെ ഹെ, അവരവരുടെ കണ്ണുകളാൽ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിഷ്കളങ്കമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഓർ ആപ്പസ്മേ പ്രേമ കർത്തേ ഹെ, മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറുന്നു. ബഡോൻ കെ ദ്വാര ബനായി ഗയി ഹിംസ, ഈ വലിയവരായിട്ട് മുതിർന്നവരായിട്ട് ഉണ്ടാക്കിയ ഹിംസ, നഫ്രത്ത് വെറുപ്പ്, അതിനൊക്കെ എന്താണ്? ടാങ്ക് ഓർ ബന്ദൂക്ക് ജേസി ഹർ ചീസോം കോവെ ഖിലൗന മാനത്തെ ഹെ. അപ്പോൾ അവർ അതിനെയൊക്കെ വെറുപ്പിനെയും ഹിംസയെയും ഒക്കെ അവർ എന്താണ് ടാങ്കുകളും അതുപോലെ തന്നെ തോക്കുകളൊക്കെ അങ്ങനത്തെ വസ്തുക്കളൊക്കെ എന്താണ് അവരൊരു കളിപ്പാട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് അവർക്ക് വേർതിരിവുകളില്ല. അപ്പോൾ മനുഷ്യർക്കാണെങ്കിലും മുതിർന്നവർക്ക് അല്ലേ, ഇപ്പോൾ കുട്ടികളുടെ കണ്ണിൽ കുട്ടികളൊക്കെ എന്താണ് തുല്യരാണ്. പക്ഷെ വലിയവരുടെ കണ്ണിൽ എന്താണ്? അത് ജാതിയും മതവും നിറവും ദേശവും ഭാഷയും അല്ലേ, അങ്ങനെ പലതരത്തിലുള്ള വേർതിരിവുകൾ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കവിതയിൽ കൂടുതലായിട്ടും പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ. കുട്ടികൾ അവരുടേതായ ഒരു ലോകം, അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പേജ് നമ്പർ 29 കാണുന്നത് യുദ്ധത്തിന് എന്താണ്? യുദ്ധം ഒരു നാശനഷ്ടങ്ങൾ, ജീവൻ്റെ എന്താണ് ജീവനടക്കം പൊലിഞ്ഞു പോകുന്ന രീതിയിലുള്ള യുദ്ധങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇനിയും ഉണ്ടാവാം. അപ്പോൾ എന്താണ്? ആ ഒരു യുദ്ധത്തിലൂടെ നമുക്കൊരുപാട് നാശനഷ്ടങ്ങൾ, പട്ടിണി അല്ലേ, ബുദ്ധിമുട്ടുകൾ, ജീവനടക്കം പൊലിഞ്ഞു പോകുന്ന സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് നമ്പർ 29 നോക്കുമ്പോൾ ആ ഒരു യുദ്ധത്തിനൊരു ഉപകരണം അല്ലേ, അതിൽ നിന്നും എന്താണ്? പൂക്കളും പൂമ്പാറ്റകളൊക്കെയാണ്. അപ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? കുട്ടികൾ അങ്ങനെയുള്ളൊരു ലോകം അല്ലേ, അവർ പ്രകൃതിയോട് ഇണങ്ങി നല്ല രീതിയിൽ ജീവിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം ആണ് കുട്ടികൾ അല്ലേ എന്നാണ്, നാളത്തെ പൗരന്മാരൊക്കെ ആയിട്ടാണ് നമ്മൾ കുട്ടികളെ കണക്കാക്കുന്നത്. അതുപോലെ അവരങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ മുതിർന്നവരെന്താണ്? അത് തടയുകയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാത്തൊരു നല്ലൊരു സമൂഹം, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമൂഹം ഉണ്ടാവണം എന്നാണ് ഇവിടെ കവി മെയിനായിട്ടും ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് യുദ്ധമില്ലാത്ത, ഹിംസയൊന്നുമില്ലാത്ത, ജാതിഭേദങ്ങളില്ലാത്ത ഒരു സമൂഹമാണ്, അതിനെക്കുറിച്ചാണ് കവി ഇവിടെ ഈ കവിതയിൽ വ്യക്തമാക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കവിതയുടെ ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ കവിതാക്കാശയം നമുക്ക് നോക്കാം. ധന്യവാദ്.